الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس من الخطيئات تقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم اجعل ثواب ما قرأناه هدية منك. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا ومرشدنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. സർവാദരണീയരായ തങ്ങളവറുകളെ, മറ്റു സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. ലോകത്തെവിടെയൊക്കെ മുസ്ലിംകൾ അധിവസിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ സന്തോഷങ്ങളും ആഘോഷങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനത്തിനു വേണ്ടിയുള്ള സംഗമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകത്തിനു ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ മുസ്ലിം ലോകത്തിന് മുഴുവനും പറയാൻ കഴിയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം എന്നാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിക്കുകയും അവർക്ക് ആത്മസംസ്കരണം നടത്താനും അള്ളാഹുവിൻ്റെ ദൗത്യം എത്തിച്ചു കൊടുക്കാനും സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് ലോകത്തെ മുഴുവനും വഴി നടത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൂതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുക വഴി ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചെയ്തത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ അനുഗ്രഹത്തിന്റെ ലഭ്യതയുടെ വാർഷികത്തിലാണ് നാം ഉള്ളത്. AD 571 ഏപ്രിൽ മാസം 21-ാം തീയതി റബീഉൽ അവ്വൽ 12-ന്റെ പ്രഭാതത്തോട് അടുത്ത സമയമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് ഉദയം ചെയ്യുന്നത്. ആ സമയത്തു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാനും അവിടുത്തെയുടെ പിറവിയെയും ചരിത്രത്തിലേക്കുള്ള പ്രവേശത്തെയും സ്വാഗതം ചെയ്യാനും അനവധി പാതിരിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നവജാത ശിശുവിനെ കാത്തുകൊണ്ട് അറബ് രാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് ചരിത്രകാരന്മാർ ആധികാരികമായി രേഖപ്പെടുത്തുന്നുണ്ട്.
റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയുടെ വെളുപ്പാൻ കാലത്ത് ആ പാതിരിമാരും ക്രൈസ്തവ പുരോഹിതന്മാരും ജൂത പണ്ഡിതന്മാരും മക്കയുടെ പരിസരത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, ഔലിദ ഫീക്കും മൗലൂദ്, ഇവിടെ എവിടെയെങ്കിലും ഒരു പുതിയ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ? ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് എന്ന ഖുറൈശി പ്രമുഖന്റെ ഇളയ മകൻ അബ്ദുല്ലാഹിയുടെ ഭാര്യ ആമിന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. അങ്ങനെ പാതിരിമാരെല്ലാം നവജാത ശിശുവിനെ കാണാനും വേദങ്ങളിൽ പഠിച്ചെടുത്ത പ്രത്യേകതകൾ തിരിച്ചറിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നവജാത ശിശുവിന്റെ അടുക്കലേക്ക് വന്നു എന്ന് അസ്സീറത്തുൻ നബവിയ്യ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ എല്ലാവരാലും സമ്മതിക്കപ്പെടുന്ന ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അത്രയും വലിയ പ്രത്യേകതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, അതുകൊണ്ട് അനുഗ്രഹീതമായ പ്രഥമ വസന്തം എന്ന് പേരുള്ള റബീഉൽ അവ്വൽ മാസം ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും സന്തോഷിക്കുമ്പോൾ, സമീപകാലത്തായി ചില ആളുകൾ അത്തരം നബിദിന ആഘോഷങ്ങളും മൗലിദ് പാരായണങ്ങളും പ്രമാണങ്ങളില്ലാത്തതാണെന്നും ആഘോഷിക്കുന്നവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്നും അബദ്ധജടിലമായ ആശയങ്ങൾ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുവാനും അവരെ വികലമായ വീക്ഷണങ്ങളിലേക്ക് കൊണ്ടുപോകാനും ശ്രമിച്ചു കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം ആളുകൾ അധികമില്ല. ലോകത്ത് തന്നെയും ന്യൂനപക്ഷമാണ് അത്തരം വാദമുഖങ്ങൾ ഉന്നയിക്കുന്നവർ. എന്നാലും അവരുടെ വാദത്തിന്റെ വൈകല്യവും വിശ്വാസത്തിന്റെ അപകടവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആഘോഷത്തിന്റെ പ്രാമാണികതയും നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടാനും അനുവാചക ലോകത്തിന് വേദ്യമാകാനും വേണ്ടിയാണ് ഇത്തരം ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനും അവിടത്തെ കൊണ്ട് പ്രകീർത്തനങ്ങൾ ആലപിക്കാനും ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ പേരിൽ നിരവധി അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് നൂഹ്, സൂറത്ത് യൂനുസ്, അതിന്റെ അനിവാര്യതയുടെ നിദാനങ്ങളും പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിൽ ലളിതമായ ഒരു അവതരണം മാത്രമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളുടെ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞ ഒരു ആപ്തവാക്യമുണ്ട്. വലൈസ യസിഹു ഫിൽ അദ്ഹാനി ശൈഉൻ ഇദാ ഇഹ്താജ അൻ-നഹാറു ഇലാ ദലീലി. ഒരാളുടെ മസ്തിഷ്കത്തിൽ, ഒരാളുടെ ചിന്തയിൽ ഒന്നും ബോധ്യമാവുകയില്ല. ഇദാ ഇഹ്താജ അൻ-നഹാറു ഇലാ ദലീലി, പകൽ സമയത്ത് ഇത് പകലാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തെളിവ് ആവശ്യമുള്ള ആളുകൾക്ക് ഏതു വിഷയവും മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകത്തിന്റെ കാരുണ്യ വർഷത്തെ, അവിടുത്തെ പ്രവേശത്തെ, അവിടുത്തെ ജനനത്തെ സന്തോഷിക്കുകയും ഈ മാസത്തിൽ പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിക്കുകയും പാരായണം ചെയ്യുകയും സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാമാണിക പശ്ചാത്തലം വളരെ ലളിതമായി അന്വേഷിക്കുകയാണ് ഇവിടെ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നു, അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്.
അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ അനുസ്മരിക്കുക, അത് ലോകത്തോട് വിളിച്ചു പറയുക. എന്നിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നു, ലോകത്തിനു ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലെങ്കിൽ മറ്റേത് അനുഗ്രഹമാണ്? എന്നിട്ട് ഖുർആൻ പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്, ഖുൽ നബിയെ തങ്ങൾ പറയുക, ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടും, വബിറഹ്മതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും, ഫൽയഫ്റഹു നിങ്ങൾ അവർ സന്തോഷിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ നിങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാ സംഘാടനങ്ങളെക്കാളും, എല്ലാ സമ്മേളനങ്ങളെക്കാളും, എല്ലാ സംഗമങ്ങളെക്കാളും അനുഗ്രഹീതമായത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിന് ഞാൻ പറഞ്ഞതുപോലെയാണ് വിശദീകരണമെന്ന് ഖുൽ നബിയെ തങ്ങൾ പറയണം, ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട്, വബിറഹ്മതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്. ഇതാണ് അതിന്റെ വിശദീകരണമെന്ന് റഈസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഹിജറ 3-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്തിന് വിശദീകരണം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. നബിയെ തങ്ങൾ പറയുക, ബിഫദ്ലില്ലാഹി ഐ ബിതൗഹീദിഹി അല്ലാഹുവിലുള്ള ഏകത്വത്തെയും തൗഹീദിനെയും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, വനബിയിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും സന്തോഷിക്കുക. അതാരാണ്? മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്. കമാ ഖാല അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. പരിശുദ്ധ തുസ്തുരി റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഈ ആയത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനു പുറമെ ബഹുമാനപ്പെട്ട ഇമാമുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹുവും ഈ ആയത്തിനു നൽകിയ വിശദീകരണം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതാണ്. ഈ ആയത്തിന്റെയും ഈ പ്രമാണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലോകം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയും അവിടുത്തെ അപദാനങ്ങൾ ആലപിക്കുകയും അവിടുത്തെ മഹത്വങ്ങളെയും മഹത്വജനങ്ങളെയും ആവർത്തിച്ച് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനത്തിന് അവിടുത്തെ ജന്മദിവസവുമായി ബന്ധമുണ്ടോ? ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, അവിടുത്തെയോട് ചോദിച്ചു, അല്ലയോ തിരുനബിയെ, വ്യാഴാഴ്ച നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. ഈ രണ്ട് അനുഷ്ഠാനങ്ങളുടെയും മാനദണ്ഡത്തിൽ തിങ്കളാഴ്ച നോമ്പനുഷ്ഠാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് അവിടുത്തെയോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഹീന സുഇല അൻ സിയാമി യൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉലിത്തു ഫീഹി, ആ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ വാഴ്ത്താനും
അവിടുത്തെ ജനിച്ച ദിവസത്തിന്റെ മഹത്വം പറയാനുമുള്ളതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന്റെ പേരിൽ സന്തോഷിച്ച ആളുകൾക്ക് മഹത്വം നൽകിയതായി ഹദീസ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ സഹീഹുൽ ബുഖാരി എന്ന വിശ്വപ്രസിദ്ധമായ ഏറ്റവും പ്രാധാന്യമുള്ള പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥമാകുന്ന സഹീഹുൽ ബുഖാരിയിൽ അവിടുന്ന് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സന്തോഷം വ്യക്തമായി വിശദീകരിക്കുകയാണ്. അവിടുന്ന് ഇസ്ലാമിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. മറിച്ച് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ശിക്ഷയറിയിക്കുകയും ചെയ്ത അബൂലഹബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിരോധി, അയാളെക്കുറിച്ച് പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുകയാണ്. ഏറ്റവും സ്വീകാര്യയോഗ്യമായ സഹീഹുൽ ബുഖാരിയിൽ അബൂലഹബിനെ കുറിച്ച് പരാമർശിക്കുകയാണ്. വസുവൈബത്തു മൗലാത്തുൽ അബീ ലഹബിൻ വകാന അബൂലഹബിൻ അഅതഖഹാ. അവിടുന്ന് സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് അബൂലഹബിന്റെ അടുക്കൽ അടിമസ്ത്രീയായിരുന്നു. അഅതഖഹാ, അബൂലഹബ് ആ പെണ്ണിനെ മോചിപ്പിച്ചു. ഫഅർദഅത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടുകയും ചെയ്തു. ഫലമ്മാ മാത അബൂലഹബിൻ, അബൂലഹബ് മരണപ്പെട്ടപ്പോൾ ഉരിയഹു ബഅദു അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ ചില ആളുകൾക്ക് സ്വപ്ന ദർശനം ലഭിച്ചു. ബിശർരി, അദ്ദേഹത്തിന്റെ ബിശർരി ഹൈബത്തിൻ, അദ്ദേഹത്തിനു ലഭിച്ച ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചു. കുടുംബക്കാർക്ക് സ്വപ്ന ദർശനം ലഭിച്ചു. ഖാല ലഹു, അപ്പോൾ അബൂലഹബിനോട് സ്വപ്നത്തിൽ കണ്ട ആളുകൾ ചോദിച്ചു, മാദാ ലഖീത, നിങ്ങൾക്ക് മരണാനന്തരം എന്താണ് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത്? ഖാല അബൂലഹബിൻ, അപ്പോൾ അബൂലഹബ് പറഞ്ഞു, ലം അൽഖ ബഅദകും, നിങ്ങൾക്കു ശേഷം ഞാൻ കണ്ടിട്ടില്ല, ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി ബിഅതാഖതി സുവൈബ, എനിക്ക് മരണാനന്തരം ഒരു നന്മയും ലഭിച്ചിട്ടില്ല, ശിക്ഷ മാത്രമേ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ളൂ. ഗൈറ അന്നി സുഖീതു, എനിക്കവിടുന്ന് പാനീയം ലഭിക്കുന്നുണ്ട്. ഫീ ഹാദിഹി, തിങ്കളാഴ്ച ദിവസം, അല്ലെങ്കിൽ എന്റെ ഈ കർമ്മത്തിൽ, ബിഅതാഖതി സുവൈബ, സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമയെ മോചിപ്പിച്ച കാരണത്താൽ എനിക്കു ലഭിക്കുന്നുണ്ട്. ഈ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ മാത അബൂലഹബിൻ, അബൂലഹബ് അവിടുന്ന് മരണപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സുഹൈലി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, റഅയ്തുഹു ഫീ മനാമി, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ അബൂലഹബിനെ കണ്ടു. ബഅദ ഹൗലിൻ, ഒരു വർഷത്തിനു ശേഷം. ഫീ ശർരി ഹാലിഹി, ഫീ ശർരി ഹാലിൻ, അദ്ദേഹത്തിന്റെ മോശമായ അവസ്ഥയിലാണ് ഞാൻ അയാളെ കണ്ടത്. ഫഖാല മാ ലഖീതു, ഫഖാല, അപ്പോൾ അബൂലഹബ് പറഞ്ഞു, മാ ലഖീതു ബഅദകും റാഹ, നിങ്ങളിൽ നിന്ന് ഞാൻ മരിച്ചു പിരിഞ്ഞതിനു ശേഷം ഞാൻ ഒരു നന്മയും ലഭിച്ചിട്ടില്ല. ഇല്ല, ഒരു നന്മയല്ലാതെ. യുഖഫഫു അന്നി കുല്ല യൗമി ഇസ്നൈൻ, എല്ലാ തിങ്കളാഴ്ച ദിവസവും എനിക്കവിടുന്ന് എന്റെ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നുണ്ട്, അതോടൊപ്പം തന്നെ എനിക്കവിടുന്ന് പാനീയം ലഭിക്കുന്നുമുണ്ട് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടതായി ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവ് ആധികാരികമായി രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവം ഉദ്ധരിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവി ലിൽ ഫതാവ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയതായി കാണാം, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ
أتى أنه في يوم الاثنين دائما يخفف عنه للسرور بأحمدا فما الظن بالعبد الذي طول عمره بأحمد مسرورا ومات موحدا إذا كان هذا كافرا جاء ذمه അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ശിക്ഷ അറിയിക്കപ്പെട്ട അബൂലഹബ് എന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷമറിയിച്ച ഇതു നബിയാണെന്ന് അറിയാതെ വാഗ്ദത്ത പ്രവാചകനാണെന്ന് അറിയാതെ ആമിന എന്ന പെണ്ണിന് അബ്ദുള്ള എന്ന പുരുഷന് മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അന്ന് മുസ്ലിമാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ പ്രവാചകനാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ നവജാത ശിശുവിന്റെ സുവിശേഷം അറിയിച്ചതിന്റെ പേരിൽ സുവൈബത്തുൽ അസ്ലമിയ എന്ന വിശേഷം പറഞ്ഞ പെണ്ണിനെ സ്വതന്ത്രയാക്കി കൊടുത്ത അബൂലഹബ് എന്ന നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ വിരോധിക്ക് തിങ്കളാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയിൽ ലഘൂകരണം നൽകുന്നുണ്ടെങ്കിൽ നിന്റെ ധാരണ എന്താണ്? ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ തൂലു ഉംരിഹി ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും ഏകദൈവ വിശ്വാസിയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന് നബി തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷിച്ചാൽ കിട്ടുന്ന കൂലി എത്ര വലുതായിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇമാം ഹാഫിളുസ് സുയൂത്തി 700-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതിയ മഹാനാണ്. അന്നത്തെ കാലത്തു ലഭ്യമായ മുഴുവൻ ഹദീസുകളെയും സമാഹരിച്ചുകൊണ്ട് ജാമിഉൽ കബീർ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനാണ്. ആ മഹാനവർകൾ രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിച്ച ഇസ്ലാമിന്റെ വിരോധിക്ക് പോലും തിങ്കളാഴ്ച ദിവസം ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസും ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്നും അവിടുത്തെ പ്രകീർത്തിക്കണമെന്നും അവിടുത്തെ പ്രകീർത്തനത്തിനു വേണ്ടി സംഗമിക്കണമെന്നുമാണ്. ഇത് മനസ്സിലാക്കിയ സ്വഹാബത്ത്, ഇത് പഠിച്ചറിഞ്ഞ മഹാന്മാരായ സ്വഹാബികൾ മദീന പള്ളിയിൽ ഒരുമിച്ചു കൂടിയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുകയും അവിടുത്തെയുടെ മഹത്വം പാടുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പ്രസിദ്ധനായ സ്വഹാബിയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ എത്ര വർഷം ജീവിച്ചുവോ അത്രയും വർഷം ഇസ്ലാമിലും ജീവിക്കാൻ നിയോഗം ലഭിച്ച ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന സ്വഹാബി, ആ മഹാനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുകയും അവിടുത്തെ മഹത്വം പറയുകയും ആ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളെ കുറിച്ച് മഹത്വം പറയാൻ ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു മദീന പള്ളിയിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ച ആ സ്വഹാബിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി, അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടുള്ള സഹായം ഈ സ്വഹാബിക്ക് നൽകണം റഹ്മാനേ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഉള്ള സമയത്ത് ഒരു ദിവസം പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അവിടെ അതാ സ്വഹാബികൾ ഇരിക്കുന്നു. സ്വഹാബികൾ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കടന്നുപോയ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുല്ലാഹിയാണ്.
وعن ابن عباس رضي الله عنه قال جلس ناس من أصحاب رسول الله صلى الله عليه وسلم فخرج حتى إذا دنا منهم سمعهم يتذاكرون قال بعضهم إن الله اتخذ إبراهيم خليلا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ ഒരു സംഘം സ്വഹാബികൾ ഇരുന്നു കൊണ്ട് പറയുന്നു, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. വഖാല ആഖറു, മറ്റൊരാൾ പറഞ്ഞു, മൂസാ കല്ലമഹുല്ലാഹു തക്ലീമ, മൂസാ നബി അലൈഹിസ്സലാം കലീമുല്ലാഹി എന്ന പദവിയുള്ള മഹാനാണ്. വഖാല ആഖറു, അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, ഫഈസാ കലിമത്തുല്ലാഹി വറൂഹുഹു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വചനവും അല്ലാഹുവിന്റെ റൂഹുമാണ്. വഖാല ആഖറു, അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, ആദമുസ്തഫാഹുല്ലാഹു ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം ഒരാൾ പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ മഹത്വം മറ്റൊരാൾ പറഞ്ഞു, മൂസാ നബിയുടെ പ്രകീർത്തനം വേറൊരാൾ നടത്തി. അങ്ങനെ ഓരോ സ്വഹാബിമാരും ഓരോ നബിമാരുടെ പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. വഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖദ് സമിഅതു കലാമക്കും, നിങ്ങളുടെ വർത്തമാനം ഞാൻ കേട്ടു. വഅജബക്കും, നിങ്ങളുടെ അത്ഭുതങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്, തർക്കമില്ല. വഹുവ കദാലിക, അത് അപ്രകാരമാണ്. വമൂസാ നജിയുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേക രക്ഷ ലഭിച്ച മഹാനാണ് മൂസാ അലൈഹിസ്സലാം. വഹുവ കദാലിക, അപ്രകാരം തന്നെയാണ്. വഈസാ റൂഹുഹു വകലിമതുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വചനവും ആത്മാവുമാണ്. വഹുവ കദാലിക, അപ്രകാരം തന്നെ. വആദമുസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വിശേഷാൽ തെരഞ്ഞെടുപ്പിന് പാത്രീഭവിച്ചവരാണ്. വഹുവ കദാലിക, അത് അപ്രകാരം തന്നെയാണ്. അലാ, അറിഞ്ഞുകൊള്ളണം, വഅന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. വലാ ഫഖറ, ഞാൻ ഗമ പറയുകയല്ല. ുടെയും മഹത്വവും പ്രകീർത്തനവും പറഞ്ഞുകൊണ്ട് ആധികാരികമായി പറയുന്നു. അപ്പൊ നബി കീർത്തനം നടത്തണമെന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് കേട്ട സ്വഹാബികൾ എന്തു ചെയ്തു? അത് കേട്ട മഹാന്മാരായ സ്വഹാബികൾ ഗദ്യത്തിൽ നബിതങ്ങളെ പ്രകീർത്തിച്ചു, അതുപോലെ പദ്യത്തിലും നബിതങ്ങളെ പ്രകീർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ തന്നെ പറയുന്നു, സ്വഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നു, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബ